ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ജൂൺ 20-ന്, അതായത് വരുന്ന സാറ്റർഡേ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന CPOയുടെ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കുന്നത്. നമുക്കതിന്റെ വകുപ്പുകളെ കുറിച്ചൊക്കെ അറിയണ്ടേ? എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ BNS എന്താണെന്നും BNSS എന്താണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അതിനോടൊപ്പം തന്നെ സാറ്റർഡേ എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ നേരുകയാണ്. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ, വിജയാശംസകൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞു നിർത്തിയത് IPCയും BNSും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമായിരുന്നു. അതിൽ ഓരോ വിഷയത്തെയും പ്രധാന വകുപ്പുകള് IPCയിൽ ഏത് സെക്ഷനായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്, അതുപോലെ BNSൽ അത് ഏത് സെക്ഷൻ പ്രകാരമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ നമ്മൾ കൊലപാതകത്തെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. സെക്ഷൻ 302 ആണ് IPCയിൽ ഇന്ത്യൻ പീനൽ കോഡിലെ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞിരുന്നത്. BNS വകുപ്പില് സെക്ഷൻ 103 ആണ്. സെക്ഷൻ 103 ആണ്. അതിനെ ഓർത്തിരിക്കണം. വധശിക്ഷയോ ജീവപര്യന്തമോ ലഭിക്കാവുന്ന കുറ്റമാണ് കൊലപാതകം അഥവാ മർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. IPC വകുപ്പ് പ്രകാരം പഴയതില് സെക്ഷൻ 302ഉം BNSല് സെക്ഷൻ 103യുമാണ്. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോയാലോ. അറ്റംപ്റ്റ് ടു മർഡർ ആണ്. നമ്മൾ ഓൾറെഡി മർഡറിന്റെ പഠിച്ചു. അത് എന്തായിരുന്നു? IPCയിൽ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? 302ഉം BNSല് 103യുമാണ്. എന്നാൽ അറ്റംപ്റ്റ് ടു മർഡർ ആകുമ്പോൾ BNSല് അതിന്റെ കൂടെ ഒരു 6 കൂടെ കൂട്ടണം. 109 ആണ്. സെക്ഷൻ 109ലാണ് അറ്റംപ്റ്റ് ടു മർഡറിനെ കുറിച്ച് ഏതില് പറയുന്നത്? BNSല് പറയുന്നത്. എന്നാൽ IPCയില് സെക്ഷൻ 307ലായിരുന്നു. സെക്ഷൻ 307ൽ പറഞ്ഞിരുന്ന അറ്റംപ്റ്റ് ടു മർഡർ, വധശ്രമം, ഇപ്പോഴും BNSല് സെക്ഷൻ 109ലാണ്. വധശിക്ഷയോ ജീവപര്യന്തമോ ലഭിക്കാവുന്ന കുറ്റമാണ് അറ്റംപ്റ്റ് ടു മർഡർ എന്ന് പറയുന്നത്, വധശ്രമം എന്ന് പറയുന്നത്. ഇനി അറ്റംപ്റ്റ് ടു സൂയിസൈഡ്, ആത്മഹത്യാശ്രമം. ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. BNS വകുപ്പിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്ഷൻ 226ലാണ്, 226ലാണ്. സെക്ഷൻ 226ലാണ് ആത്മഹത്യാശ്രമം, അറ്റംപ്റ്റ് ടു സൂയിസൈഡ്. IPCയിൽ ഇത് സെക്ഷൻ 309ലായിരുന്നു. IPCയിൽ സെക്ഷൻ 309ലായിരുന്നു ആത്മഹത്യാശ്രമം, അറ്റംപ്റ്റ് ടു സൂയിസൈഡ്. എന്നാൽ BNSൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്ന സെക്ഷൻ 226ലാണ്, 226ലാണ്. ഓർത്തിരിക്കണം. അപ്പോൾ ഇതിന് ശിക്ഷയായിട്ട് നൽകുന്നത് പുതിയ നിയമത്തിൽ, അതായത് BNS പ്രകാരം ഇതൊരു സോഷ്യൽ സർവീസ്, കമ്മ്യൂണിറ്റി സർവീസ് ആയിട്ടാണ് ശിക്ഷയായിട്ട് നൽകുന്നത്. അതായത് സാമൂഹ്യ സേവനം ചെയ്യുക എന്നുള്ള ഇത്ര കാലത്തേക്ക്. ഓക്കെ. അപ്പോൾ BNSലെ ആത്മഹത്യാശ്രമം, അറ്റംപ്റ്റ് സൂയിസൈഡ് സെക്ഷൻ 226 ആണ്. എളുപ്പമുണ്ട് പഠിക്കാൻ. 226 ആണ് അറ്റംപ്റ്റ് സൂയിസൈഡ്. ഇനി നമ്മള് റേപ്പ്, ഇതിൽ ഓർത്തിരിക്കണം, ഗ്യാങ് റേപ്പ് ഉണ്ട്, അതായത് കൂട്ടബലാത്സംഗമുണ്ട്. ബലാത്സംഗമൊക്കെ നമ്മൾ ഇത് ബലാത്സംഗത്തിലെ റേപ്പിനെ കുറിച്ച് BNSല് പറയുന്ന സെക്ഷൻ 63, 64. BNSല് സെക്ഷൻ 63ലും 64ലും പ്രതിപാദിക്കുന്നത് കുറ്റകൃത്യം എന്ന് പറയുന്ന റേപ്പാണ്, ബലാത്സംഗമാണ്. അത് IPCയില് സെക്ഷൻ 375ലും 376ലുമായിരുന്നു പ്രതിപാദിച്ചിരുന്നത്. എന്നാൽ BNSല് സെക്ഷൻ 63, 64. അപ്പോൾ BNSല് സെക്ഷൻ 63, 64 പ്രതിപാദിക്കുന്നത് റേപ്പാണ്, ബലാത്സംഗമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ BNSല് അധ്യായം 5ലേക്കാണ്, ചാപ്റ്റർ 5ലേക്കാണ് മാറ്റിയത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ചാപ്റ്റർ 5ലാണ് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങള് പ്രതിനിധാനം ചെയ്തിരിക്കുന്നത്, രേഖപ്പെടുത്തിയിരിക്കുന്നത് അധ്യായം 5ലാണ്. സെക്ഷൻ 63 അധ്യായം 5ലെ BNS വകുപ്പായ സെക്ഷൻ 63, 64 പ്രകാരമാണ് ബലാത്സംഗം കുറ്റകൃത്യമാകുന്നത്. ഇനി അടുത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഗ്യാങ് റേപ്പ്, കൂട്ടബലാത്സംഗം. ഓർത്തിരിക്കണം, നമ്മൾ 63, 64 ബലാത്സംഗം പറയുമ്പോൾ BNSന്റെ സെക്ഷൻ 70ലാണ് കൂട്ടബലാത്സംഗത്തെ കുറിച്ച്, ഗ്യാങ് റേപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. നമ്മുടെ IPCയിൽ അന്ന് സെക്ഷൻ 376D ആയിരുന്നു. നമ്മൾ പറഞ്ഞു BNSല് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ
ചാപ്റ്റർ 5ലേക്ക് മാറ്റി ഓർത്തിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ 5 BNS വകുപ്പിലെ സെക്ഷൻ 70 ആണ് കൂട്ടബലാത്സംഗത്തെ കുറിച്ച്, ഗ്യാങ് റേപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി തഫ്റ്റ്, മോഷണം, സെക്ഷൻ 303 BNS വകുപ്പിൽ സെക്ഷൻ 303 മോഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 303 303 IPCയിൽ 378 379 മോഷണത്തെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. BNSൽ സെക്ഷൻ 303 ഇനി ചീറ്റിംഗ് സെക്ഷൻ 420 IPCയിൽ പ്രതിപാദിച്ചിരുന്നത്. എന്നാൽ BNSലായപ്പോൾ സെക്ഷൻ 318 ചീറ്റിംഗ്, തട്ടിപ്പിനെ കുറിച്ച്. നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ ചീറ്റിംഗ്, തട്ടിപ്പ്. ഇപ്പൊ 318 BNS, മുമ്പത് സെക്ഷൻ 420 ആയിരുന്നു. IPCയില് സെക്ഷൻ 420 ആയിരുന്നു. ഇനി അടുത്തത് റയോട്ടിംഗ്. അപ്പൊ ഈ റയോട്ടിംഗ് എന്ന് പറയുന്നത് ലഹള അല്ലെങ്കിൽ കലാപം. ഇപ്പോൾ BNSൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്ഷൻ 191 94 191 194 ലഹള അല്ലെങ്കിൽ കലാപം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. IPCയിൽ ഇത് 146 147 ആയിരുന്നു. നമുക്കറിയാം, പൊതുജനങ്ങളുടെ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന കുറ്റങ്ങൾ ഇങ്ങനെ തന്നെ ചോദിക്കാം. ലഹളയും കലാപത്തിലും വരാം, അല്ലെ? റയോട്ടിംഗ് ആണ്. അപ്പൊ അത് BNSൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്ഷൻ 191 191 194 191 194. ഇമ്പോർട്ടന്റ് ആണ് മാനനഷ്ട കേസ്, ഡിഫാമേഷൻ. പഴയ IPCയില് സെക്ഷൻ 499 500 499 500 പ്രതിപാദിച്ചിരുന്ന ഒന്നാണ് മാനനഷ്ട കേസ്, ഡിഫാമേഷൻ. ഇപ്പോൾ അത് സെക്ഷൻ 356 സെക്ഷൻ 356 BNSല് മാനനഷ്ട കേസ് സെക്ഷൻ 356 പ്രതിപാദിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ക്രിമിനൽ കോൺസ്പിറൻസി ശ്രദ്ധിച്ചിരിക്കണം. ക്രിമിനൽ ഗൂഢാലോചന നമ്മുടെ BNSല് സെക്ഷൻ 61 പ്രതിപാദിക്കുന്നത്. IPCയിൽ സെക്ഷൻ 120 120Bയിലുമായിരുന്നു പ്രതിപാദിച്ചിരുന്നത്. അപ്പോൾ ഈ ക്രിമിനൽ ഗൂഢാലോചന സെക്ഷൻ 61 ഇതിലും ശിക്ഷയായിട്ടൊക്കെ കമ്മ്യൂണിറ്റി സർവീസ് ആണ് BNSല് പ്രതിപാദിക്കുന്നത്. ക്രിമിനൽ ഗൂഢാലോചന, കോൺസ്പിറൻസി സെക്ഷൻ 61 BNSല് പ്രതിപാദിക്കുന്നത്. ഇനി റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് നമ്മൾ പഠിക്കാറുണ്ട്, അന്യായമായി തടഞ്ഞു വെക്കൽ. IPCയിൽ ഇത് സെക്ഷൻ 341 ആയിരുന്നു. എന്നാൽ BNSലെത്തിയപ്പോൾ സെക്ഷൻ 126 അന്യായമായി തടഞ്ഞു വെക്കലിനെ കുറിച്ച് 126 അന്യായമായി തടഞ്ഞു വെക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അന്യായമായി തടങ്കലിൽ വെക്കൽ, നമ്മൾ അന്യായമായി തടഞ്ഞു വെക്കലാണ്, റോങ് റെസ്ട്രെയിൻറ്റ് ആണ് സെക്ഷൻ 126. എന്നാൽ അന്യായമായി തടങ്കലിൽ വെക്കൽ, അതായത് റോങ്ഫുൾ കൺഫൈൻമെന്റില് തൊട്ടടുത്ത സെക്ഷൻ 127 127 BNSൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്യായമായ തടങ്കൽ വെക്കല്, നമ്മൾ അന്യായമായ തടങ്കൽ വെക്കുന്നതിന് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ടൊക്കെ സമർപ്പിക്കാറുണ്ടല്ലോ, അല്ലേ? അപ്പോൾ ഇവിടെ BNSൽ അന്യായമായി തടങ്കൽ വെക്കൽ, റോങ്ഫുൾ കൺഫൈൻമെന്റ് സെക്ഷൻ 127 പ്രതിപാദിക്കുന്നത്. മുമ്പ് IPCയിൽ ഇത് 342 ഇനി കിഡ്നാപ്പിംഗ് സെക്ഷൻ 137 137 BNSൽ പ്രതിപാദിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകല്, അല്ലെ? കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് BNSലെ സെക്ഷൻ 137, IPCയിൽ ഇത് 359 363 പ്രതിപാദിച്ചിരുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ഡൗറി ഹാരാസ്മെന്റ്, സ്ത്രീധന പീഡനം സെക്ഷൻ 85 ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. BNSന്റെ സെക്ഷൻ 85 സ്ത്രീധന പീഡന ഡൗറി ഹാരാസ്മെന്റ് കുറ്റകൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്ന. BNSന്റെ വകുപ്പ് 85 മുമ്പ് ഇത് IPCയിൽ 498A ആയിരുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരതയെ കുറിച്ച് പറഞ്ഞിരുന്നത്. സെക്ഷൻ 85 ഇപ്പോൾ പ്രതിപാദിക്കുന്നത് BNSന്റെ, ഓർത്തിരിക്കണം. ഇനി വ്യാജരേഖ ചമയ്ക്കൽ, ഫോർജറി. അപ്പൊ ഈ വ്യാജരേഖ ചമയ്ക്കല് BNS വകുപ്പില് സെക്ഷൻ 336 338 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യാജരേഖ ചമയ്ക്കല് 336 338. IPCയില് 463 465. നമുക്ക് BNS ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. വ്യാജരേഖ ചമയ്ക്കൽ, ഫോർജറി സെക്ഷൻ 336 338.
ഇനി രാജ്യദ്രോഹം, സെഡിഷൻ. പണ്ട് IPC സെക്ഷൻ 124A പ്രതിപാദിച്ചിരുന്നത് ഇപ്പോൾ BNS രാജ്യദ്രോഹം പ്രതിപാദിക്കുന്ന, സെഡിഷൻ പ്രതിപാദിക്കുന്ന സെക്ഷൻ 152 ഇന്ത്യയുടെ പരമാധികാരത്തെ ബാധിക്കുന്ന കുറ്റമാണ് രാജ്യദ്രോഹം അഥവാ സെഡിഷൻ എന്ന് പറയുന്നത്, അല്ലെ? ഇനി നമ്മള് BNSുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് വസ്തുതകളാണ്. നമ്മൾ പറഞ്ഞു, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ BNSൽ ഇവയ്ക്ക് മുൻഗണന നൽകുന്നുണ്ട്. അധ്യായം 5 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാപ്റ്റർ 5 സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ചാപ്റ്റർ 5 ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റീസെന്റ് ഒരുപാട് കേൾക്കാറുള്ളതാണ് മോബ് ലൈഞ്ചിങ്, ആൾക്കൂട്ടാക്രമണം. ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൊലപാതകത്തിനുള്ള വകുപ്പിലാണ് ഉൾപ്പെടുത്തിയത്. സെക്ഷൻ 103 ഓഫ് 103 ഓഫ് 2 BNS ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ആൾക്കൂട്ട ആക്രമണം, മോബ് ലൈഞ്ചിങ്. 5 അതിലധികമോ ആളുകൾ ചേർന്ന് ജാതി, മതം, ഭാഷ എന്നിവയുടെ പേരിൽ കൊലപാതകം നടത്തിയാൽ BNSലെ സെക്ഷൻ 103 ഓഫ് 2 പ്രകാരം ശിക്ഷിക്കപ്പെടാം. ഓക്കെ. ഇനി അതുപോലെ തന്നെ സ്നാച്ചിങ്, പട്ടാപ്പകൽ നടക്കുന്ന മോഷണം ഉണ്ടല്ലോ, അതായത് മാല പൊട്ടിക്കൽ, മൊബൈൽ തട്ടിപ്പറിക്കൽ എന്നിവ തടയാൻ BNSൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 304. ഇതൊരു ഉപവകുപ്പാണ്, പുതിയൊരു വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. പഴയ IPCയിൽ ഇതിന് പ്രത്യേക വകുപ്പൊന്നും ഇല്ലായിരുന്നു. IPCക്ക് ഒരുപാട് നാളുകൾക്ക് മുമ്പ് വന്നല്ലേ. മൊബൈൽ തട്ടിപ്പറിക്കലും മാല പൊട്ടിക്കലിനും BNSൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് പട്ടാപ്പകൽ നടക്കുന്ന മോഷണമാണ് സ്നാച്ചിങ്. ഇത് തടയാനായിട്ട് BNSൽ കൊണ്ടുവന്നിട്ടുള്ള വകുപ്പാണ് സെക്ഷൻ 304. ഇതൊരു ഉപവകുപ്പാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം, ഇന്ത്യൻ പീനൽ കോഡ്, അതിന് പകരമായി പാർലമെന്റ് പാസാക്കിയ ഭാരതീയ ന്യായ സംഹിത BNS പ്രാബല്യത്തിൽ വന്നത് എന്നാണെന്നാണ് ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇതിനകത്ത് ഓർത്തിരിക്കണം, ഉത്തരം 2024 ജൂലൈ 1 2024 ജൂലൈ 1 ഭാരതീയ ന്യായ സംഹിത ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത്. 2 വർഷമാകാൻ പോകുന്നു. 2023 ഡിസംബർ 25 ഇത് രാഷ്ട്രപതി അംഗീകാരം ലഭിച്ചത്. രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ നിയമം പ്രാബല്യത്തിലാവും, അല്ലെ? ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 2023 ഡിസംബർ 25 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതാണ് ഭാരതീയ ന്യായ സംഹിത. പാർലമെന്റിൽ എന്ന് പാസ്സാക്കിയെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ. ഇനി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണം, ഈ ഭാരതീയ ന്യായ സംഹിതയിൽ ആകെ എത്ര അധ്യായങ്ങൾ, അതായത് ചാപ്റ്റേഴ്സും സെക്ഷൻസും ആണുള്ളത്, വകുപ്പുകളും അതുപോലെ തന്നെ സെക്ഷൻസും ആണുള്ളത്. ഓർത്തിരിക്കണം, 20 അധ്യായങ്ങൾ പഠിച്ചിരിക്കുക എളുപ്പമുണ്ട്. 20 അധ്യായങ്ങളും 3, 5, 8 വകുപ്പുകളും. 3, 5, 8 വകുപ്പുകൾ. ആദ്യത്തെ 3, 5 കൂടെ കൂട്ടുമ്പോൾ 8, 3, 5, 8 358 വകുപ്പുകളുമാണ്. 20 അധ്യായങ്ങളും 358 വകുപ്പുകളുമാണ് BNSൽ 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിതയിലെ ആകെ അധ്യായങ്ങളും അതുപോലെ തന്നെ സെക്ഷൻസും. ഇനി നമുക്ക് 420 വകുപ്പുണ്ടായിരുന്നു IPCയിൽ, ചീറ്റിംഗ് ഓർ തട്ടിപ്പ്. BNSൽ എത്രാമത്തെ വകുപ്പാണ്? നമ്മൾ ഓൾറെഡി പഠിച്ച് 318 സെക്ഷൻ 318 എന്ത് പറയുന്നത്? ചീറ്റിങ്ങിനെയും തട്ടിപ്പിനെയും കുറിച്ച് പ്രതിപാദിക്കുന്ന. IPCയിൽ ഇത് 420 അടുത്തൊരു ക്വസ്റ്റ്യൻ, ചെറിയ ചില കുറ്റകൃത്യങ്ങൾക്ക് BNSൽ, അതായത് ഭാരതീയ ന്യായ സംഹിതയിൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിച്ചു, കമ്മ്യൂണിറ്റി സർവീസ് ആണ്. ഇതൊരു ഷുവറായിട്ടൊരു ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ളതാണ്. കമ്മ്യൂണിറ്റി സർവീസ് ആണ്, സാമൂഹ്യ സേവനമാണ്, അല്ലെ? കമ്മ്യൂണിറ്റി സർവീസ് ഉൾപ്പെടുത്തിയതോടെ ഇങ്ങനെ ഇന്ത്യയിലെ ശിക്ഷാതരങ്ങൾ 6 ഉയർന്നു. നേരത്തെ 5 ഇപ്പോൾ അത് 6 ഉയരുകയാണ് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇവിടെ കമ്മ്യൂണിറ്റി സർവീസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. BNS പ്രകാരം പൊതുജന മധ്യത്തിൽ അറ്റംപ്റ്റ് ടു സൂയിസൈഡ്, ആത്മഹത്യാശ്രമം നടത്തുന്ന വ്യക്തിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി സർവീസ് ആണ്. അത് അല്ലെങ്കിൽ 1 വർഷം വരെ തടവ്. സെക്ഷൻ 226 പ്രകാരം ആത്മഹത്യാശ്രമം, അറ്റംപ്റ്റ് ടു സൂയിസൈഡ് നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ BNS പ്രകാരം പൊതുജന മധ്യത്തില് കമ്മ്യൂണിറ്റി സർവീസ്, അതല്ലെങ്കിൽ 1 വർഷം വരെ തടവാണ് സെക്ഷൻ 226 പ്രകാരം. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്, BNS വകുപ്പ് 2 ഓഫ് 3 അഥവാ ചൈൽഡ് എന്ന പദത്തിന്റെ നിർവചനത്തിൽ വരുന്ന എത്ര വയസ്സിന് താഴെയുള്ള വ്യക്തികളാണെന്ന് ചോദിച്ചാൽ 18 വയസ്സാണ്. ഓക്കെ ആണല്ലോ.
ഇനി നമുക്ക് പഴയ IPC 302 കൊലപാതകത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ അത് എത്രാമത്തെ വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ 103 ആണ്. 103 ആണ്. അതായത് 302 തിരിച്ചിടുമ്പോൾ നമുക്ക് 203 എന്നല്ലേ കിട്ടുന്നത്. ആ 2ൽ നിന്ന് 1 കുറച്ചിട്ട് 103 ആക്കിയാൽ മതി. IPC 302 കൊലപാതകം ഇപ്പോൾ പ്രതിപാദിക്കുന്നത് BNS സെക്ഷൻ 103 ആണ്. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് പുതിയ BNS നിയമത്തിൽ പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, രാജ്യദ്രോഹം. സെഡിഷൻ IPC 124A ആണ് പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ട രാജ്യദ്രോഹമാണ്. സെക്ഷൻ IPC 124A പറഞ്ഞിരിക്കുന്ന, അതായത് സെഡിഷൻ ആണ് IPC 124A പ്രതിപാദിച്ചിരിക്കുന്ന രാജ്യദ്രോഹത്തെ കുറിച്ച്. അടുത്തത് 5 അതിലധികമോ ആളുകൾ ചേർന്ന് ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ നടത്തുന്ന ആൾക്കൂട്ട ആക്രമണം, മോബ് ലിഞ്ചിങ്. ഈ മോബ് ലിഞ്ചിങ് വഴിയുള്ള കൊലപാതകത്തിന് നൽകുന്ന ശിക്ഷ ഏത് വകുപ്പ് പ്രകാരമാണെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 103(2) ആണ്. സെക്ഷൻ 103(2) ആണ്. 103(2) ആണ്. 5 അതിലധികമോ ആളുകൾ ചേർന്ന് ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ നടത്തുന്ന ആൾക്കൂട്ട ആക്രമണം, മോബ് ലിഞ്ചിങ് വഴിയുള്ള കൊലപാതകത്തിന് നൽകുന്ന ശിക്ഷയുടെ വകുപ്പാണ്. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ പ്രധാനപ്പെട്ട വകുപ്പുകളെ കുറിച്ചൊക്കെ അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കണം BNS പ്രതിപാദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ. ടേക്ക് കെയർ.